രണ്ടാം ലോക മഹായുദ്ധത്തോടെ ബ്രിട്ടൻ തകർന്നടിഞ്ഞു. പിന്നാലെ അമേരിക്ക വൻ ശക്തിയായി ഉയർന്നു വന്നു. ബ്രിട്ടനും യൂറോപ്പിലെ രാജ്യങ്ങളും അമേരിക്കയുടെ ആശ്രിതരായി മാറി. തുടർന്നാണ് 6 രാജ്യങ്ങൾ ചേർന്ന് യൂറോപ്യൻ യൂണിയൻ രൂപീകരിച്ചത്. ഇപ്പോൾ യൂറോപ്യൻ യൂണിയനിൽ 27 രാജ്യങ്ങൾ അംഗങ്ങളായുണ്ട്. 2020 ബ്രിട്ടൻ യൂറോപ്യൻ യൂണിയൻ വിട്ടു. യൂറോപ്യൻ യൂണിയനും പുറത്തുപോയ ബ്രിട്ടനും അമേരിക്കയോടൊപ്പമാണ് നിൽക്കുന്നത്. അമേരിക്കയെ ആശ്രയിച്ചാണ് ഈ രാജ്യങ്ങൾ മുന്നോട്ടു പോകുന്നതെന്നും പറയാം. ഈ രാജ്യങ്ങളെല്ലാം അമേരിക്കയുടെ അപ്രമാദിത്വം അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട്. യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ ഉൾപ്പെടെ 30 യൂറോപ്യൻ രാജ്യങ്ങളും പിന്നെ അമേരിക്കയും കാനഡയും ഉൾപ്പെടുന്ന സഖ്യമാണ് നാറ്റോ. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം തുടങ്ങിയ ഒരു സൈനിക സഹകരണ സഖ്യമാണിത്. ഈ 2 സഖ്യങ്ങളെയും നിയന്ത്രിക്കുന്നത് അമേരിക്കയാണ്. ഈ സഖ്യത്തിനെതിരെയാണ് ട്രംപ് മുന്നോട്ട് പോകുന്നത്. എന്തുകൊണ്ടാണ് നാറ്റോ സഖ്യത്തോടുള്ള ട്രംപിന്റെ എതിർപ്പിന് കാരണം? ഈ സഖ്യം അമേരിക്കയ്ക്ക് ഒരു ഗുണവും ചെയ്യുന്നില്ല. മാത്രമല്ല, ഈ രാജ്യങ്ങൾക്ക് വേണ്ടി അമേരിക്ക ധാരാളം പണം മുടക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു ഗുണവുമില്ലാത്ത ഇങ്ങനെ കുറെ രാജ്യങ്ങളെ ചുമക്കുന്നത് എന്തിനെന്ന് ട്രംപ് ചിന്തിക്കുന്നുണ്ടാവും. നാറ്റോയിൽ നിന്ന് ട്രംപ് പിന്മാറിയേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇതേ അതൃപ്തി ട്രംപിന് യൂറോപ്യൻ യൂണിയനോടുമുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങളുടെ ഉദാര സമീപനമൊന്നും ട്രംപിന് ദഹിക്കുന്നതല്ല. കടുത്ത വലതുപക്ഷ നിലപാടുമായി മുന്നോട്ടു പോകുന്ന ട്രംപിന് യൂറോപ്പിന്റെ ലിബറൽ നയങ്ങളോട് ഒട്ടും ആഭിമുഖ്യമില്ല. കുടിയേറ്റ നയങ്ങളിൽ പോലും രണ്ടാം ഊഴത്തിൽ ട്രംപ് കടുത്ത നിലപാടാണ് സ്വീകരിച്ച് മുന്നോട്ടു പോകുന്നത്. കുടിയേറ്റത്തോടുള്ള ഫ്രാൻസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ ഉദാര സമീപനം ട്രംപ് അംഗീകരിക്കുന്നതേയില്ല. കാലങ്ങളായി ഈ ഭിന്നത രൂക്ഷമായി വരികയുമാണ്. അതിനിടയിലാണ് യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുമെന്ന പ്രഖ്യാപനം ട്രംപ് നടത്തിയത്. മാത്രമല്ല, ശക്തമായ നിലപാടുമായി വിഷയത്തിൽ ട്രംപ് മുന്നോട്ടു പോകുകയും ചെയ്യുന്നു. യുക്രൈൻ നാറ്റോ സഖ്യത്തിന്റെ ഭാഗമാവാൻ ശ്രമം തുടങ്ങിയതാണ് റഷ്യയെ ചൊടിപ്പിച്ചത്. ഇതാണ് യുക്രൈനെ റഷ്യ ആക്രമിക്കാൻ കാരണം. നാറ്റോ സഖ്യം യുക്രൈനെ സ്വീകരിക്കാൻ ഒരുങ്ങിയപ്പോഴാണ് റഷ്യ ആക്രമണവുമായി മുന്നോട്ടു പോയത്. യുക്രൈൻ നാറ്റോയുടെ ഭാഗമായാൽ അത് റഷ്യയ്ക്ക് ദോഷം ചെയ്യുമെന്ന് പുടിൻ ചിന്തിച്ചു. കാരണം നാറ്റോ സഖ്യത്തിലെ ഏതെങ്കിലും ഒരു രാജ്യത്തിനെതിരെ ആക്രമണമുണ്ടായാൽ സഖ്യത്തിലെ എല്ലാ രാജ്യങ്ങളും ഒരുമിച്ച് നിന്ന് നേരിടും. അതാണ് നാറ്റോയുടെ നിയമം. ഇത് ഭാവിയിൽ തങ്ങൾക്ക് ഭീഷണിയായി മാറുമെന്ന് റഷ്യ കരുതുന്നു. അമേരിക്ക സഖ്യകക്ഷികളുമായി ആയുധവും പണവും നൽകി യുക്രൈനെ സഹായിച്ചിട്ടുണ്ട്. എന്നാൽ ട്രംപ് അധികാരത്തിലെത്തിയതോടെ നിലപാടിൽ വലിയൊരു ട്വിസ്റ്റാണ് ഉണ്ടായത്. ഇത്തരം പാഴ്ചെലവുകൾ ട്രംപ് ഒഴിവാക്കാനാണ് രണ്ടാമൂഴത്തിൽ ശ്രമിക്കുന്നത്. മാത്രമല്ല, റഷ്യയെ ശത്രുസ്ഥാനത്ത് നിർത്തി യുക്രൈനെ സഹായിച്ചതുകൊണ്ട് എന്താണ് അമേരിക്കയ്ക്ക് നേട്ടം? അതോടെയാണ് യുക്രൈനെ സഹായിക്കാൻ ട്രംപ് വിമുഖത കാട്ടുന്നത്. മാത്രമല്ല, യുദ്ധം ഉടൻ അവസാനിപ്പിക്കണമെന്നും ട്രംപ് അന്ത്യശാസനം നൽകിയിരിക്കുന്നു. യുദ്ധം അവസാനിപ്പിക്കുന്നതിന്റെ ഭാഗമായി ട്രംപ് പുടിനോട് 1.5 മണിക്കൂറാണ് ടെലിഫോണിൽ സംസാരിച്ചത്. പാരമ്പര്യ വൈരികൾ തമ്മിലുള്ള ഈ സംഭാഷണം അത്ഭുതത്തോടെയാണ് ലോകം നിരീക്ഷിച്ചത്. സൗദിയാണ് ട്രംപിനും പുടിനും ഇടയിലെ പാലം. സൗദിയിൽ വെച്ച് പുടിനും ട്രംപും കൂടിക്കാഴ്ച നടത്തുമെന്നും യുദ്ധം അവസാനിപ്പിക്കുമെന്നും ട്രംപ് ഏകപക്ഷീയമായി പ്രഖ്യാപിച്ചു. ട്രംപിന്റെ പ്രഖ്യാപനം യുക്രൈനെ അമ്പരപ്പിച്ചു. നാറ്റോയെയും അമേരിക്കയും കണ്ടാണ് യുക്രൈൻ യുദ്ധവുമായി മുന്നോട്ട് പോയത്. ആ അമേരിക്ക തന്നെ പാതി വഴിയിൽ കൈവിട്ടത് യുക്രൈനെ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നു. മാത്രമല്ല, ചർച്ചയിൽ യുക്രൈനെ പങ്കെടുപ്പിക്കുന്നതുമില്ല. ഇതാണ് യുക്രൈനെ കൂടുതൽ അമ്പരപ്പിക്കുന്നത്. ജർമ്മനിയിലെ മ്യൂണിക്കിൽ നടന്ന സുരക്ഷാ സമ്മേളനത്തിൽ പങ്കെടുത്ത അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെ പ്രസ്താവനകൾ വലിയ ചർച്ചയായി മാറി. ചൈനയും റഷ്യയുമല്ല ശത്രുക്കൾ യൂറോപ്പിന് അകത്ത് തന്നെ ഉണ്ടെന്നാണ് വാൻസ് പറഞ്ഞത്. ജർമ്മനിയും ബ്രിട്ടനുമൊക്കെ ശത്രുക്കളെ വളർത്തുന്നു. ഈ രീതി മാറണമെന്നും വാൻസ് വ്യക്തമാക്കി. വാൻസിന്റെ പ്രസ്താവന വലിയ വിവാദമായി. ജർമ്മനി പരസ്യമായി എതിർപ്പ് പ്രകടിപ്പിച്ചു. അമേരിക്ക ജർമ്മനിയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടേണ്ട എന്ന് ജർമ്മൻ ചാൻസലർ തുറന്നടിച്ചു. വാൻസിന്റെ വാക്കുകൾ യൂറോപ്പും അമേരിക്കയും തമ്മിലുള്ള കടുത്ത ഭിന്നതയ്ക്ക് കാരണമായിട്ടുണ്ട്. അതിനിടെ നിലപാട് വ്യക്തമാക്കി യുക്രൈനും രംഗത്തു വന്നു. അമേരിക്കയും റഷ്യയും ചർച്ച നടത്തി യുദ്ധം അവസാനിപ്പിക്കാൻ നോക്കണ്ടെന്നാണ് യുക്രൈൻ തുറന്നടിച്ചത്. യുക്രൈനെ ബാധിക്കുന്ന ഒരു വിഷയം ചർച്ച ചെയ്യുമ്പോൾ തങ്ങളെ മാറ്റി നിർത്തുന്നത് എന്തിനെന്നാണ് സെലൻസ്കിയുടെ ചോദ്യം. ചർച്ചയിൽ ഉരുത്തിരിയുന്ന തീരുമാനമനുസരിക്കാൻ യുക്രൈന് ബാധ്യതയില്ലെന്നും സെലൻസ്കി പ്രഖ്യാപിച്ചു. യുക്രൈന്റെ നിലപാടിനൊപ്പം തന്നെയാണ് യൂറോപ്യൻ യൂണിയനും നിലകൊള്ളുന്നത്. ലോകക്രമം മാറിമറിയുന്നു. ഒരു വശത്ത് യൂറോപ്യൻ യൂണിയനും നാറ്റോയും, മറുവശത്ത് അമേരിക്കയും. അതിനിടെ യുക്രൈനെ സഹായിക്കാനുള്ള സന്നദ്ധത അറിയിച്ച് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി രംഗത്തു വന്നു. സൈനിക സാമ്പത്തിക സഹായമാണ് ബ്രിട്ടൻ യുക്രൈന് വാഗ്ദാനം നൽകിയിരിക്കുന്നത്. യുക്രൈനെ സഹായിക്കാൻ എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളും മുന്നോട്ട് വരണമെന്നും ബ്രിട്ടൻ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇതൊന്നും തന്നെ ബാധിക്കുന്നതല്ല എന്ന മട്ടിലാണ് ട്രംപ് മുന്നോട്ട് പോകുന്നത്. ലോകത്തിലെ ശാക്തിക ചേരികൾ മാറിമറിയുമ്പോൾ ഇനി എന്ത് സംഭവിക്കുമെന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്.